വലിയ വിൻഡോകൾ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്ലേസിലാണെങ്കിൽ ലിൻഡൽ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഹാളിൽ മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ലിവിംഗ് ഏരിയയിൽ കോണുകളായിട്ട് രണ്ട് വലിയ വിൻഡോകൾ കൊടുത്തിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോർട്ട്യാർഡ് അല്ലെങ്കിൽ പാഷ്യോ ഏരിയയിലേക്കുള്ള വിൻഡോകളെ കുറിച്ചാണ്. വീടുകളിൽ ഏത് തരം വിൻഡോ ആണ് ലാഭകരമായിട്ട് ഉപയോഗിക്കുക എന്നാണ് പലരും ചോദിക്കാറുള്ളത്. നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ സിമെന്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് വിൻഡോകൾ ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, വീടുകളിൽ ഏത് തരം മെറ്റീരിയലുള്ള വിൻഡോകൾ ഉപയോഗിക്കണമെന്നല്ലേ. എയർ ഹോൾസിന്റെ താഴെ ജിപ്സം സീറ്റിംഗ് ഒക്കെ വരുമ്പോൾ എയർ ഹോൾസ് ഒക്കെ അടഞ്ഞങ്ങ് പോവാണ്. ബെഡ്റൂമിൽ എങ്ങനെ വിൻഡോ കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്റീരിയറിനനുസരിച്ച് നിങ്ങൾ പൊസിഷൻ ചെയ്യണം വിൻഡോയുടെ. ബേ വിൻഡോ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോഡി ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തലയൊന്നും ഹിറ്റ് ചെയ്യരുതല്ലോ, അതിനുള്ള ഒരു ഹൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് 60 സെന്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അപ്പർ ക്യാബിനറ്റ്സ് വരിക. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ വിൻഡോകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. പലപ്പോഴും വീടുകളിൽ വിൻഡോ പൊസിഷൻ തെറ്റിയിട്ട് കൊടുത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല വിൻഡോകളിൽ വ്യത്യസ്ത മെറ്റീരിയൽ വരുന്ന വിൻഡോകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോകൾ കറക്റ്റായിട്ട് എവിടെയൊക്കെ കൊടുക്കണം, അത് ഏതൊക്കെ രീതിയിൽ കൊടുക്കണം, വലിയ വിൻഡോകൾ വേണോ, ചെറിയ വിൻഡോകൾ വേണോ, ബേ വിൻഡോയിൽ എങ്ങനെ കൊടുക്കണം, കോർട്ട്യാർഡ്സിൽ എങ്ങനെ കൊടുക്കണം, കിച്ചണിൽ എങ്ങനെ കൊടുക്കണം, ഏറ്റവും പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ വിൻഡോകളുടെ പൊസിഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീടുകളിൽ വലിയ വിൻഡോകൾ വേണോ എന്നുള്ളതാണ്. വലിയ വിൻഡോകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. വീടിൻ്റെ എൻട്രൻസിലാണെങ്കിലും കോർട്ട്യാർഡ്സ് ഏരിയകളിലാണെങ്കിലും സ്പെഷ്യൽ ഏരിയ സ്റ്റെയർ ഏരിയകളിലൊക്കെ ഇതുപോലെ വലിയ വിൻഡോസ് കൊടുക്കാറുണ്ട്. എക്സ്പെഷ്യൽ ഇതുപോലുള്ള വലിയ വിൻഡോ, ഹൈ വിൻഡോ ഇത് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എഞ്ചിനീയേഴ്സിന് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ വിൻഡോകൾ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്ലേസിലാണെങ്കിൽ ലിൻഡൽ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പലപ്പോഴും മുമ്പുണ്ടായിരുന്ന എഞ്ചിനീയേഴ്സ് അങ്ങനെ ഒരു ചാൻസ് എടുക്കാറില്ല. ഉദാഹരണത്തിന് ഈ ഒരു വീട്ടിൽ ഇവിടെ വലിയ വിൻഡോ കൊടുത്തിരിക്കുകയാണ്, ഡബിൾ ഹൈറ്റിലാണ്, വലിയ ഏരിയ ആണ്. ഇതിനകത്ത് വരുന്ന ബീം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഡോറിൻ്റെ അപ്പറിൽ ഇങ്ങനെ പോകുന്നു, 210 ഹൈറ്റിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വീടിൻ്റെ സ്ട്രക്ചറൽ ടൈമിൽ യഥാർത്ഥത്തിൽ ബീം കട്ട് ചെയ്തിട്ടാണ് ഇത് പണിതിരിക്കുന്നത്, ഈ വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കാരണവന്മാരൊന്നും ഇത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ചില എഞ്ചിനീയേഴ്സെങ്കിലും സമ്മതിക്കില്ല ഇങ്ങനെ ബീം കട്ട് ചെയ്തൊരു പോർഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എക്സ്പെഷ്യലി നോക്കി, ഈ ഡോറിൻ്റെ ഹൈറ്റിൽ ഇവിടെ ഈ 2 കോളത്തിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ബീമിന് സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മോഡേൺ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ വീട് പണിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിന് കോൺഫിഡൻറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഇതുപോലുള്ള വിൻഡോകൾ പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനും അല്ലെങ്കിൽ വീടിൻ്റെ ഡിസൈനുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഐഡിയാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കിടെക്ട്സിനാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീടിൻ്റെ ഐഡിയകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഐഡിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിനുശേഷം മേലെ ഒരു ബീം അല്ലെങ്കിൽ ഒരു ലിൻഡൽ ഇതിൻ്റെ ടോപ്പിലായിട്ട് എക്സ്ട്രാ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺക്രീറ്റിൻ്റെ കോസ്റ്റിൽ മാറ്റം വരും. ഒരു ബീം ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ലിൻഡൽ ചെയ്യുന്ന സ്ഥലത്ത് 2 ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് അതിനനുസരിച്ച് കൂടും. ഹാളിൽ മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ലിവിങ് ഏരിയയിൽ കോണുകളായിട്ട് 2 വലിയ വിൻഡോകൾ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് വലിയ വിൻഡോ, സെയിം ഐഡിയകളിൽ തന്നെയാണ് ഇവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് ആണ്. മെറ്റൽ വിൻഡോസ് ആകുമ്പോൾ നമുക്കൊന്നും കൂടെ സ്ട്രെങ്ത്തിൽ അതിനെ ബോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റോട് ചേർന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ 2 വിൻഡോകൾ ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ അങ്ങനെ പല ഹൈറ്റിലുള്ള വിൻഡോകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ വന്ന് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ വീട്ടിൽ പൂർണ്ണമായിട്ടും സ്റ്റീൽ വിൻഡോകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീൽ വിൻഡോകൾ അല്ലെങ്കിൽ WPC വിൻഡോകൾ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസ്, മരത്തടി കൊണ്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വിൻഡോസ്, ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഗുണവുമുണ്ട്, അതിൻ്റെ ദോഷവുമുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, വീടുകളിൽ ഏത് തരം മെറ്റീരിയലുള്ള വിൻഡോകൾ ഉപയോഗിക്കണമെന്നല്ലേ. വിൻഡോകളിൽ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന മരത്തടി അത് നമ്പർ 1 തന്നെയാണ്. ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ടത്. അതിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മരത്തടീൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുന്നതാണ്. അത് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, കാണാൻ ഭംഗിയാണ്, നമ്മുടെയൊക്കെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് മരത്തടി കൊണ്ടുള്ള വാതിൽ കട്ടിലുകളാണെങ്കിലും ജനലുകളാണെങ്കിലും ഡോർസ് എല്ലാം. അതാണ് നമ്പർ 1 തന്നെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിന് ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. ടെർമൈറ്റ് ഇഷ്യൂ, അതുപോലെ മറ്റ് ചെറിയ ചെറിയ
പ്രോബ്ലങ്ങൾ, കുത്തലുകൾ, ചെതലൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭ്യമാണ്. പിന്നെ നല്ല മരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തേക്ക് തടി ആണെങ്കിലും മഹാഗണി, ആഞ്ഞിലി, ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ വിൻഡോകൾ തന്നെയാണ്. ഈ ഒരു വീട്ടിൽ നമ്മൾ ഒരുപാട് സ്റ്റീൽ വിൻഡോകൾ കാണിച്ചു, ഡോർസ് എല്ലാം ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ മൂന്നാമത് നമ്മൾ ഏത് വിൻഡോ എടുത്തു പറയണമെന്ന് വെച്ചാൽ WPC വിൻഡോകളാണ്. ചെതൽ പിടിക്കില്ല, കുത്തില്ല, തുരുമ്പിക്കില്ല, ഒരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന WPC റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ വരുന്നുണ്ട്. അത് ഫുൾ ലെങ്ത്തിൽ വന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാർപ്പൻറ്റേഴ്സിന് ഈസി ആയിട്ട് അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിൻഡോകളും ഡോറുകളും ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഡോർ ഷീറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ നമ്മുടെ ചാനലിൽ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് UPVC വിൻഡോസ്. ഏറ്റവും കൂടുതൽ വീട് ഭംഗിയാക്കി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു സജഷൻ തന്നെയാണ് UPVC. വൈറ്റ് ഫ്രെയിമിൽ സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഗ്ലാസ്സുകൾ മെറ്റൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി മെറ്റൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാം. മെഷുകൾ യൂസ് ചെയ്ത് ചെയ്യാം. ഇതും നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം വിൻഡോസ് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, ഹൈ റേഞ്ചിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന പ്രൊഫൈലുകളാണ്. ലോ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് പണ്ട് കാലം മുതൽ തന്നെ വീടിൻ്റെ വിൻഡോകളൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഹൈ പ്രൊഫൈലുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് വലിയ വിൻഡോകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചിലവ് ചുരുക്കാൻ പറ്റിയ മെറ്റീരിയൽ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അത് കോൺക്രീറ്റ് കൊണ്ടുള്ള വിൻഡോകൾ തന്നെയാണ്. വിൻഡോകളിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള വിൻഡോകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സിമെൻറ്റ് കോൺക്രീറ്റ് അത് തന്നെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിൻഡോ. അതിന് ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഡോറിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആർക്കിട്രൈവിൽ കൊടുക്കുമ്പോൾ ലോക്കിൻ്റെ ഏരിയകളിൽ ചെറിയ പൊട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻ്റെനൻസ് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ദോഷം. എന്നാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കീശ കാലിയാവാതെ വീട് പണി പെട്ടെന്ന് തീർക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിൻഡോകൾ ഫസ്റ്റ് ഫ്ലോർ ഏരിയകളിൽ ഈ ഏരിയകളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. വീടുകളിൽ ഏത് തരം വിൻഡോ ആണ് ലാഭകരമായിട്ട് ഉപയോഗിക്കുക എന്നാണ് പലരും ചോദിക്കാറുള്ളത്. നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ സിമെൻറ്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് വിൻഡോകൾ ഉപയോഗിക്കാം. പിന്നെ സ്റ്റീൽ കൊണ്ടുള്ള വിൻഡോകളാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത്. അവിടെയൊക്കെ ഉപയോഗിച്ച് ആ രീതിയിൽ ഉയരങ്ങളിലൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത്തിൽ ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. മരത്തടി ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിലും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് മരത്തടിയിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്നതുകൊണ്ട് കൂടിയ വിലക്ക് കിട്ടുന്നതുകൊണ്ട് അത് രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ സ്റ്റീൽ വിൻഡോകളാണ് ഇതുപോലെ ഹൈ ആയിട്ടുള്ള എലമെൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. 2-3 മീറ്റർ വരെ മാക്സിമം ആണ് UPVC ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഒക്കെ അതിൻ്റെ മാനുഫാക്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഹൈറ്റിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും സ്റ്റീൽ വിൻഡോകൾ ഡബിൾ ഹൈറ്റിൽ. പക്ഷേ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കാര്യങ്ങളൊക്കെ കയറുകയാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീടുകളിലെ എവിടെ വിൻഡോ കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിൻഡോകൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഹാളിൽ കൊടുക്കണം, ബെഡ്റൂമിൽ കൊടുക്കണം, കിച്ചണിൽ കൊടുക്കണം, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ വിൻഡോയുടെ പൊസിഷൻ യഥാർത്ഥത്തിൽ പണ്ട് കാലം മുതലേ ശ്രദ്ധിച്ച് പോരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രോസ് വെന്റിലേഷൻ വരുന്ന ഇടങ്ങളിൽ കൊടുക്കണം എന്നുള്ളതാണ്. ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രണ്ടിലൂടെ എയർ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് പോകണം. ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ എന്തിനാണ് 2 സൈഡിൽ വിൻഡോ കൊടുക്കണമെന്ന് പറയുന്നത്? ഒരു സൈഡിലൂടെ വിൻഡോ എയർ വന്നു കഴിഞ്ഞാൽ, ഫ്രഷ് എയർ വന്നു കഴിഞ്ഞാൽ റൂമിലെ ബാഡ് എയറിനെ മറ്റു വിൻഡോയിലൂടെ പുറത്തേക്ക് പോകണം. ആ ഒരു ഐഡിയ ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് വീടിന് കറക്റ്റായിട്ട് വെന്റിലേഷൻ ചെയ്യേണ്ടത്. മുമ്പൊക്കെ അതിന് കാറ്റ് വരുന്ന ദിശ നോക്കി കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ മിക്ക വീടുകളിലും വിൻഡോകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അതിന് ഉള്ളൊരു സൊല്യൂഷൻ ആയിരുന്നു എയർ ഹോൾസ് എന്നുള്ള സിസ്റ്റം. എയർ ഹോൾസും കൂടെ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീടുകൾ വരുന്നത്. കാരണം എന്താ, എയർ ഹോൾസിൻ്റെ താഴെ ജിപ്സം സീഡിംഗ് ഒക്കെ വരുമ്പോൾ എയർ ഹോൾസൊക്കെ അടഞ്ഞങ്ങ് പോവുകയാണ്. പിന്നെ എന്തിന് എയർ ഹോൾസ് ഇടണം എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ വീടുകളിലെ ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ടാണ്, കാറ്റും വെളിച്ചവും കിട്ടാൻ തന്നെയാണ് വിൻഡോ കൊടുത്തിരുന്നത്. എന്നാൽ കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തുറന്നിടുന്ന ഉറപ്പുള്ള ആംഗിളുകളിൽ വിൻഡോ കൊടുക്കണമെന്നാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. മറ്റൊരു കാര്യം, വീടിനകത്ത് വരുന്ന ചൂട് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈറ്റ് വരുന്നതിന് വിൻഡോകൾ മേലെ പെർഗോളൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടും, പക്ഷെ ചൂടും കൂടും. ഇങ്ങനെ വരുമ്പോൾ ഹൈറ്റിൽ
വലിയ വിൻഡോകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ ജാളി കൊടുത്തിട്ടൊക്കെ സ്പേസുകൾ വിടാറുണ്ട്. ആ ഒരു ഏരിയ നമുക്ക് കൂടുതൽ വെന്റിലേഷൻ കിട്ടുമ്പോൾ വീടിനകത്തുള്ള ചൂട് കുറക്കാനും പറ്റും. അതുപോലെ എക്സ്റ്റോസ് ഫാനുകളൊക്കെ വെച്ചിട്ട് ചൂട് കുറക്കുന്ന സിസ്റ്റം കണ്ടുവരുന്നുണ്ട്. വീടുകളിൽ ചൂട് കുറക്കാൻ ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിലൂടെയും ചൂട് കുറക്കാം, വീട്ടിൽ വിൻഡോകളുടെ പൊസിഷനിലൂടെയും ചൂട് കുറക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബെഡ്റൂമിൽ എങ്ങനെ വിൻഡോ കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ ബെഡ്റൂമിൽ 2 സൈഡിൽ ഓരോ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ബെഡ് കോട്ട് എങ്ങനെ വരണം എന്നുള്ളത് ഇൻറ്റീരിയറിനനുസരിച്ച് നിങ്ങൾ പൊസിഷൻ ചെയ്യണം. വിൻഡോയുടെ കാര്യം, ഇൻറ്റീരിയറിൽ വിൻഡോക്ക് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റെഫറൻസ് പിക്ചറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഫറൻസ് പിക്ചർ ഇൻ്റർനാഷണൽ ആയിരിക്കും. മിക്ക വിദേശ രാജ്യങ്ങളിലും വിൻഡോകൾ വളരെ കുറവായിരിക്കും, ഫ്ലാറ്റുകൾക്കൊക്കെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏത് വാളിനെയും ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് ഡിസൈൻ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു ഹെഡ് വാൾ ഇതാണെങ്കിൽ ബെഡ് കോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ നല്ല ഡിസൈനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ റെഫറൻസ് 3Dയിൽ കാണാം, അല്ലെങ്കിൽ പിക്ചറുകളൊക്കെ കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും, ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും, ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും. നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്യാൻ കിട്ടാത്ത ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. പക്ഷെ ഇന്ന് വരുന്ന പുതിയ ആർക്കിടെക്ട്സ് ആണെങ്കിലും ഡിസൈനേഴ്സ് ആണെങ്കിലും ഒക്കെ വിൻഡോകൾക്ക് പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ വിൻഡോയുടെ പ്ലേസ് കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വാളിൽ സ്വാഭാവികമായിട്ടും ഒരു വിൻഡോ ഉണ്ടാവും, മറ്റൊരു വാളിൽ ഒരു ചെറിയ വിൻഡോ. അപ്പോൾ ഇവിടെയാണ് ഹെഡ് വാൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു കോർണറിലേക്ക് വിൻഡോകൾ മാറി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബെഡ് കോട്ട് ഇങ്ങനെ ഇടാം, ഇവിടെ ഡിസൈനൊക്കെ ചെയ്യാം, ഇവിടെ കർട്ടൻ കൊടുത്തിട്ട് ക്ലിയർ ചെയ്യും. വിൻഡോ കൊടുക്കുന്നത് നമുക്ക് വെന്റിലേഷന് വേണ്ടിയിട്ടാണ്. ഇതിലെ നല്ല എയർ വന്ന് ഇതിലെ പോകണം. ചില ആൾക്കാർ ഈ വിൻഡോകളൊക്കെ കൊടുത്ത് ഇൻറ്റീരിയർ ടൈമിൽ വിൻഡോകളൊക്കെ അടച്ചിടുന്ന ഒരു സാഹചര്യം കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെന്റിലേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. വിൻഡോകൾ പൊതുവെ തുറക്കാറേ ഇല്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലിരിക്കെ ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു സ്ട്രക്ചറൽ ടൈമിൽ പറയാതിരിക്കാനും വയ്യ. കാരണം ഇതിലെ കാറ്റ് വന്ന് അതിലെ പോകാൻ വേണ്ടിയിട്ടാണ് 2 വിൻഡോകൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൈഡിലും വിൻഡോകൾ വരുന്നുണ്ട്. ഇത് എഞ്ചിനീയറിൻ്റെ സ്പെഷ്യൽ ഡിസൈനാണ്. കാരണം ഈ ഒരു ഭാഗത്ത് വെന്റിലേഷൻ ഇങ്ങനെയും പോകുന്നുണ്ട് ക്രോസ് ആയിട്ട്. ഇതിൽ എയർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്, അതിലേക്കുള്ള ഒരു വ്യൂ കൂടെയാണ്. അതിനപ്പുറം ബെഡ്റൂമുകളിൽ ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്നത് ഒരു ബേ വിൻഡോ സിസ്റ്റമാണ്. ബേ വിൻഡോ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേ വിൻഡോ സ്പേസ് നമുക്കറിയാം, ഒരു 1.5 അടിയെങ്കിലും മിനിമം കിട്ടണം. ഈ ഒരു സ്പേസ് ഇതിന് ഇൻറ്റീരിയർ കൂടെ വരുമ്പോൾ കവർ ചെയ്ത് പോകും. ബേ വിൻഡോയുടെ ഹൈറ്റ് പറയാറുള്ളത് 2 കല്ലിൻ്റെ മേലെ കോൺക്രീറ്റ്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ചിലവ് നോക്കുകയാണെങ്കിൽ ചിലവ് ചുരുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എക്സ്ട്രാ വരുന്ന കോൺക്രീറ്റുകൾക്കൊക്കെ നമുക്കറിയാം അതിന് സ്പെഷ്യൽ ലാബേഴ്സ് വന്ന് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഡിസൈൻ ആട്ടോ. ഇവിടെ ഒരു ബീം കൊടുത്തു, അതിൽ നിന്നാണ് ഈ ബേ വിൻഡോ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അത് 2 കല്ല് കഴിഞ്ഞിട്ട് വേണം ആ ഒരു ഡിസൈൻ വരാൻ. 2 കല്ലിൻ്റെ ഹൈറ്റ്, ഒരു കല്ല് പ്ലസ് ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് ഈ ഒരു ബീം കുറച്ചും കൂടെ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബേ വിൻഡോ ചെയ്യേണ്ടത്. അപ്പോൾ റൂമുകളിൽ ബേ വിൻഡോ എവിടെ വരണം? ബെഡ് കോട്ട് ഇവിടെയാണ് വരുന്നതെങ്കിൽ അതൊരു സൈഡിലേക്ക് മാറി തന്നെ വരണം. മുമ്പ് കാലം ബേ വിൻഡോ വരുന്നതിന് മുമ്പ് അവിടെ 2 ചെയറുകളോ അല്ലെങ്കിൽ ഒരു സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരുന്നത്. എന്നാൽ ഈ വീടിൻ്റെ സ്പേസ് കളയാത്ത രീതിയിൽ വാളിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സിറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് റൂമിലെ സ്പേസ് ഒരിക്കലും നഷ്ടമാവുന്നില്ല. വിൻഡോകൾ ഏത് ഹൈറ്റിൽ കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട. വിൻഡോകളുടെ ഉയരമാണ് അപ്പോൾ പറഞ്ഞത്. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുക, വീടിൻ്റെ പടവിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ വിൻഡോ പ്ലേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു വിൻഡോയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 3 കല്ല് കഴിഞ്ഞിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ പോലെ ഒരു ഡിസൈൻ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് കോൺക്രീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഹൈറ്റിൽ വിൻഡോ കൊടുക്കണമെന്നുള്ളത് പ്രധാനം തന്നെ. മുമ്പ് കൊടുത്തിരിക്കുന്ന 3 വിൻഡോ, 3 കള്ളി വിൻഡോ അല്ലെങ്കിൽ 2 കള്ളി വിൻഡോ, ഒരു കള്ളി ജനലൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3 വരി കല്ലിന് ശേഷമാണ് അത് കൊടുക്കാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സിസ്റ്റം മാറി. നമുക്കറിയാം ബേ വിൻഡോ വരുമ്പോൾ 2 കല്ലിൻ്റെ മേലെ തന്നെ കൊടുക്കണം, എന്നാലേ ഹൈറ്റ് ക്ലിയർ ആവുള്ളൂ. അതുപോലെ പുറമേ നിന്ന് എക്സ്റ്റീരിയർ നല്ല വ്യൂ കിട്ടണമെങ്കിൽ ഫുൾ ലെങ്ത് വിൻഡോ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 കല്ല് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. എന്നാൽ കോർട്ട്യാർഡ് അല്ലെങ്കിൽ പാഷ്യോ ഏരിയയിലേക്കൊക്കെയുള്ള ഓപ്പണിംഗ് വിൻഡോകളാണെങ്കിൽ അത് ഫ്ലോറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ വിൻഡോകൾക്ക് കറക്റ്റ് ഹൈറ്റ് ഉണ്ട്. അത് നമുക്കൊരു പ്ലാനിൽ നോക്കിയാലൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്ട്സും അതിൻ്റെ വർക്കിംഗ് ടൈമിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് പൊളിച്ചുപണി കൂടുതലായിരിക്കും.
വിൻഡോകൾ നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ഇന്ന് കിച്ചണിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് സൈറ്റ് നടക്കുന്ന കിച്ചണിൽ തന്നെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പോയിന്റ്സ് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റിയത് ഇതുപോലെ വർക്ക് നടക്കുന്ന വീടുകളിൽ. അതുകൊണ്ടാട്ടോ അവിടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണും. നമ്മുടെ ഫോക്കസ് നമ്മൾ പറയുന്ന പോയിന്റ്സിലായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഈ കാണുന്ന ഒരു വലിയ കിച്ചണാണ്. അതിന് വേണ്ട രീതിയിലൊക്കെ വിൻഡോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിൻഡോകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, ഇൻറ്റീരിയർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോയിൻ്റെ പൊസിഷൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. സാധാരണ 3 കള്ളി വിൻഡോ അവിടെയും ഇവിടെ ഒരു 3 കള്ളിയും കൊടുത്ത് ഒഴിവാക്കി പോരുത്. കൗണ്ടർ ഹൈറ്റ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും 3 കല്ലിൻ്റെ മേലെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റും അതിന് പ്ലേസ് കൊടുക്കാറുണ്ട്. അതിൻ്റെ മേലെ എന്തായാലും ഒരു കല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു അരക്കല്ല്, ഒരു സ്കേർട്ടിങ്ങിൻ്റെ ഹൈറ്റ് കൊടുത്തതിന് ശേഷം മാത്രം വിൻഡോ പ്ലേസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാട്ടോ ഇവിടെയൊക്കെ വിൻഡോ അതുപോലെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് കണ്ടല്ലേ, ഒരു അരക്കല്ല് കട്ട് ചെയ്തിട്ട് വരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വരുമ്പോൾ അതായത് ഫ്ലോർ ഹൈറ്റ് കൂടും, അതിനനുസരിച്ചാണ് അവിടെയൊക്കെ അതുപോലെ വരിക. പക്ഷേ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, വിൻഡോയുടെ അപ്പർ ക്യാബിനറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ വിൻഡോ കൊടുക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പൊസിഷനിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ക്യാബിനറ്റൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണെങ്കിൽ ഇതുപോലുള്ള വിൻഡോ കൊടുക്കാൻ പറ്റൂ? പോസിബിൾ അല്ല. അവിടെ വരുമ്പോൾ നിങ്ങൾ വിൻഡോ എന്ത് ചെയ്യണം? ഈ കാണുന്ന വിൻഡോയുടെ ഹൈറ്റ് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങരുത്. അതിൻ്റെ ഹൈറ്റ് ഇവിടെ അവസാനിപ്പിക്കണം. അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്. ഈ ഒരു കിച്ചൺ വലിയ കിച്ചണാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ ഒരു സൈഡിലേക്ക് മാറ്റിയത് കൊണ്ട് അങ്ങനെ വരുന്നില്ല. അപ്പർ ക്യാബിനറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വിൻഡോയുടെ ഹൈറ്റ് എന്ത് ചെയ്യണം? വളരെയധികം കൊടുക്കണം. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോറിൽ നിന്ന് ഏകദേശം 85 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യണം? നമ്മുടെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ മേലൊക്കെ വന്നു കഴിഞ്ഞ് ഏകദേശം 85 ക്ലോസ് ചെയ്യാം. ചിലർക്കെങ്കിലും അത് 90 വേണം. ഇൻ്റർനാഷണൽ ഹൈറ്റിലേക്ക് വരണമെങ്കിൽ 90 നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അതായത് കൗണ്ടറിൻ്റെ ഹൈറ്റ് അവിടെ ആയി. പിന്നെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമുക്ക് അവിടെ നമ്മുടെ ഫംഗ്ഷനുകൾക്ക് വേണം. ഇപ്പോൾ ഒരു സിങ്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കട്ടിങ് ഉണ്ട്, നമുക്ക് ബോഡി ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തലയൊന്നും ഹിറ്റ് ചെയ്യരുതല്ലോ. അതിനുള്ളൊരു ഹൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അപ്പർ ക്യാബിനറ്റ്സ് വരിക. അതും പുറത്തേക്ക് അധികം പ്രൊജക്ഷൻ ചെയ്യില്ല. നമ്മൾ കൗണ്ടറുകൾ ഏകദേശം ഒരു 60 അല്ലെങ്കിൽ 60 to 80 ആണ്. 80 ലെവലിൽ ഇതുപോലെ കൗണ്ടർ പോവുകയാണെങ്കിൽ അതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ അപ്പർ ക്യാബിനറ്റ്. അത് നമ്മളെ തല ഹിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്ന് കൂടുതൽ മേലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാഡറൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അപ്പർ ക്യാബിനറ്റ് കൊടുക്കുന്ന ആളുകൾ വിൻഡോയുടെ പൊസിഷനിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിൻഡോ വേണം നിർബന്ധമാണെങ്കിൽ ഇതുപോലെ ഒരു സൈഡിൽ വിൻഡോ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ ഡിസൈൻ പ്രകാരമല്ലേ അതിൻ്റെ മേലെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ എൻജിനീയേഴ്സും ഡിസൈനേഴ്സും ഒക്കെ പുതിയ തരം കിച്ചണുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. മിനിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പർ ക്യാബിനറ്റ് കൊടുക്കാനുള്ള സ്പേസ് കാണുക എന്നുള്ളതാണ്. പിന്നെ കിച്ചണുകൾ ഇതുപോലുള്ള വിൻഡോകൾക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്നത് ഞാൻ പറയുന്നത് UPVC വിൻഡോകളാണ് കേട്ടോ. നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോൾ ക്ലോസ് ചെയ്യാനൊക്കെ അതായിരിക്കും ഒന്നും കൂടെ ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോർട്ട്യാർഡ് അല്ലെങ്കിൽ പാഷ്യോ ഏരിയയിലേക്കുള്ള വിൻഡോകളെ കുറിച്ചാണ്. ഇവിടെ ഒരു നല്ലൊരു സ്പേസ് കാണുന്നല്ലേ, ഈ ഒരു ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ലിൻഡൽ ഹൈറ്റിനേക്കാൾ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹൈറ്റ് സാധാരണ 210 ലിൻഡൽ വരുമ്പോൾ ആ ഒരു ഹൈറ്റിലാണ് ഇതുപോലുള്ള സ്പേസുകൾ കൊടുക്കാറുള്ളത്. ഒന്നും കൂടെ ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ആട്ടോ ഇവിടെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 210നേക്കാൾ ഒരു 240 250 ഹൈറ്റ് കിട്ടും. അപ്പോൾ നല്ലൊരു ഓപ്പണിംഗ് ഇവിടെ കിട്ടും. ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഐഡിയാസ് നമ്മൾ മുമ്പൊക്കെ പരിചയപ്പെടുത്തിയ രീതിയിൽ വലിയ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറുകളാണ്. അല്ലെങ്കിൽ സ്ലൈഡിങ് ഫോൾഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. സാധാരണ രീതിയിൽ UPVCയിലാണ് ഇത് കണ്ടുവരാറുള്ളത്. പിന്നെ അലൂമിനിയത്തിൽ ചെയ്യാറുണ്ട്, ഇപ്പം മെറ്റലിലും ചെയ്യാറുണ്ട്, ചിലരെങ്കിലും വുഡിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന സ്പേസിലേക്ക് ഏറ്റവും ആപ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അലൂമിനിയം കൊണ്ടുള്ള വിൻഡോകൾ, അലൂമിനിയം സിസ്റ്റം വിൻഡോകൾ. അതാകുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ഫോൾഡിങ് വരുന്നുണ്ട്. ഈ ഒരു കാലുകളെ ഇല്ലാത്ത രീതിയിൽ, ഇപ്പോൾ നോർമലി ഒരു UPVCയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 കാലുകൾ ഉണ്ടാവും, നമ്മളെ വ്യൂ ബ്ലോക്ക് ആവും. എന്നാൽ സ്ലൈഡിങ് ഫോൾഡിങ്ങിൽ നമുക്കത് മുഴുവനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. മെറ്റലിൽ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ക്വാളിറ്റി വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ലോങ് ലാസ്റ്റിംഗ് കിട്ടണം. കാരണം റഫായിട്ട് ഇത് ഉപയോഗിക്കും എന്നുള്ളതാണ് അവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതുപോലുള്ള വിൻഡോകൾ നല്ല ഗ്ലാസ്സുകൾ കൊടുത്ത് പ്രൊട്ടക്ഷനും കൂടെ ആക്കുക. ടഫൻ ഗ്ലാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. അതുപോലെ കോർട്ട്യാർഡ്സിൽ നിന്ന് സെക്യൂരിറ്റി പർപ്പസിന് എക്സ്ട്രാ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്നുകൂടെ പ്രൊട്ടക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള വിൻഡോകളിൽ അടിപൊളി വിൻഡോകൾ കിട്ടും. ഇതിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കണം.
ഇതുപോലുള്ള ഹൈറ്റിൻ്റെ കാര്യം ഇതുപോലുള്ള ഏരിയകളിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലോറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ഒരു വരി കല്ലൊന്നും പണിത് പിന്നെ പൊളിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് നിങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിൻഡോ സ്റ്റൈലിനെ കുറിച്ചാണ്. പണ്ട് കാലം മുതലേ വിൻഡോകൾക്ക് ഒരു കോമൺ സ്റ്റൈലാണ്. ഒറ്റക്കള്ളി വിൻഡോ 150 ഹൈറ്റ് 50 വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ. അത് 3 വെച്ചാൽ 3 കള്ളി വിൻഡോ, 2 വെച്ചാൽ 2 കള്ളി വിൻഡോ. ആ ഒരു സ്റ്റൈലിന് പെട്ടെന്നുള്ള ഒരു മാറ്റം വന്നത് UPVC വിൻഡോകൾ വന്നപ്പോഴാണ് കേട്ടോ. വലിയ വിൻഡോകൾ വന്നു. പിന്നെ മെറ്റലിലേക്ക് വന്നപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് സൈസിലേക്ക് വന്നു. സാധാരണ ചെറിയ സൈസ് മുതൽ വലിയ സൈസിലേക്ക് എങ്ങനെ വിൻഡോകൾ ഒരുപാട് വന്നു. ടെൻഷൻ ഫ്രീ ആയി. മരത്തടിയിൽ നിന്ന് പതിയെ ആളുകൾ മാറി തുടങ്ങി. പിന്നെ മരത്തിലേക്ക് വീണ്ടും പോകുന്ന ആളുകളുണ്ട് കേട്ടോ, മരത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട്. അപ്പോൾ വിൻഡോകളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം, അതിൻ്റെ കസ്റ്റമൈസേഷൻ, സാധാരണ ഒറ്റക്കള്ളി 3 കള്ളി വിൻഡോക്ക് അപ്പുറം അതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓരോ വിൻഡോകളുടെയും ഓരോ പാളികളുടെ ഡിസൈൻ ചെയ്യാം. ക്ലോസ്ഡ് വിൻഡോ അല്ലെങ്കിൽ ഫിക്സഡ് വിൻഡോ എന്നുള്ള പേരിൽ നമ്മൾ ഗ്ലാസ് മാത്രം കൊടുത്ത് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വിൻഡോകൾ പ്ലേസ് ചെയ്തു. അതുപോലെ മേലേക്ക് വരുമ്പോൾ ഓപ്പണിങ് ചെയ്യാൻ പറ്റുന്നത്, സൈഡിലേക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള വിൻഡോകളൊക്കെ ഒരുപാട് വന്നു. അപ്പോൾ വീട് പണിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ഡിഫറെൻറ്റ് ടൈപ്പുള്ള വിൻഡോകൾ വരികയാണെങ്കിൽ വീട് ഒന്നും കൂടെ ഗ്രാൻഡ് ആകും. നല്ല വെയിലായി തുടങ്ങി. 1-2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് വിൻഡോകളുടെ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിൻഡോക്ക് ഏത് തരം ഫിനിഷ് കൊടുക്കണം? മുമ്പ് നമുക്കറിയാം മരത്തടിയാണ്, അതിന് പോളിഷ് ചെയ്യുക എന്നുള്ള മാത്രമായിരുന്നു സൊല്യൂഷൻ. എന്നാൽ ഇന്ന് അതിലേക്ക് ധൈര്യമായിട്ട് നല്ല തേക്ക് തടി ആണെങ്കിൽ കൂടി ആളുകൾ പെയിൻറ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ഒരു മാറ്റം, കാലത്തിൻ്റെ മാറ്റം. അപ്പോൾ നമ്മൾക്കറിയാം നല്ല സ്റ്റീലിൻ്റെ വിൻഡോ കൊടുത്തു, SS വിൻഡോ കൊടുത്തു. അതിനകത്ത് പൂർണ്ണമായിട്ട് അതിൻ്റെ പാളികളും വിൻഡോ സ്റ്റീൽ തന്നെയായിരിക്കും. അതിന് നമുക്ക് പെയിൻറ് ചെയ്യാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മരത്തടിയുടെ പെയിൻ്റ് ആണെങ്കിൽ അതേ പെയിൻ്റ് അടിക്കാം, കളേർഡ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ കളറിൽ ഫിനിഷ് കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്രോക്സി പ്രൈമറിൻ്റെ സെയിം കളറിൽ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, സ്റ്റീൽ വിൻഡോകൾ നമ്മുടെ വർക്കിംഗ് സ്റ്റേജിൽ ഫിക്സ് ചെയ്തു, അതിനുശേഷം ഫിനിഷിംഗ് സ്റ്റേജിൽ അതിൻ്റെ പാളികൾ മരം കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ തേക്ക് കൊണ്ടുള്ള പാളികളാണെങ്കിൽ കൂടി സ്റ്റീൽ വിൻഡോയുടെ അതേ അല്ലെങ്കിൽ തേക്ക് വിൻഡോയുടെ അതേ ഫിനിഷ് കിട്ടില്ല. രണ്ട് കളറായിട്ട് നിൽക്കും. രണ്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു കോംപ്ലിക്കേഷനാണ്. വിൻഡോ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് പോളിഷ് ചെയ്യാൻ വിചാരിച്ചാൽ തേക്ക് മാത്രമല്ലേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രെയിം, വിൻഡോ, മെറ്റൽ എങ്ങനെ പോളിഷ് ചെയ്യും? അപ്പോൾ നമുക്ക് ഓപ്ഷൻ പെയിൻറ്റിങ് ആണ്. എല്ലാം ഒരേ കളറിൽ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ വുഡിന് ട്രീറ്റ് ചെയ്യേണ്ട രീതി വുഡിനെയും മെറ്റലിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ മെറ്റലിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരും. പൊളിഞ്ഞു പോരാനും കളർ ഫെയ്ഡ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വിൻഡോകളുടെ സ്ഥാനത്ത് ഒരേ മെറ്റീരിയലാണ്. അപ്പോൾ സ്റ്റീലിനാണെങ്കിൽ അതിൻ്റെ പാളികൾ അവൈലബിൾ ആണ്, അത് ചെയ്യാൻ ശ്രമിക്കുക. മരം കൊണ്ടാണെങ്കിൽ മരം കൊണ്ടുള്ള പാളികൾ തന്നെ വെക്കാനും ശ്രമിക്കുക. ഇതുപോലെ വലിയ ഹാളുകൾ വരുമ്പോൾ നല്ല വെളിച്ചം വേണം, ഇതുപോലുള്ള വിൻഡോകൾ ആവശ്യവുമാണ്. എന്നാൽ ഈ വിൻഡോകൾ കൊടുക്കാതെ ഇതുപോലെ പ്ലേസ് വരുന്ന ഏരിയകളും കുറച്ച് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന ഒരു ഐഡിയ ആണ്. ഏറ്റവും ടോപ്പിൽ റൂഫ് ടോപ്പിൽ പെർഗോള ഐഡിയ കൊടുക്കുക, ഗ്ലാസ് ടോപ്പ് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ വിൻഡോകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചമായിരിക്കും, വെളിച്ചത്തിന് ഒരു കുറവുണ്ടാവില്ല. ചെറിയ സ്പേസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ വീട് വെക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഐഡിയ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഗ്ലാസ് ടോപ്പ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ചൂടുണ്ടാകും, അതിലൊരു സംശയം വേണ്ട. ചൂട് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഗ്ലാസിൻ്റെ ഏകദേശം ഒരു മീറ്റർ അടിയിലെങ്കിലും ഒരു ഹൊറിസോണ്ടൽ വിൻഡോ കൊടുത്ത് അവിടെ വെന്റിലേഷൻ ക്ലിയർ ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ ചൂട് കുറേ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഇങ്ങനെ വരുമ്പോൾ വീട്ടിനകത്ത് അത്ര ചൂട് വരില്ല. അങ്ങനെ നല്ല ലൈറ്റ് കിട്ടും, ആവശ്യത്തിനുള്ള വെന്റിലേഷൻ അവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ വീട് അടിപൊളിയായി, വീടിനകത്തുള്ള ആംബിയൻസ് അടിപൊളിയായി. വിൻഡോകൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞത് വെറും ചെറിയ പോയിന്റ്സ് മാത്രം. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അത് കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞതിൽ അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കമൻ്റായിട്ട് അതും കൂടെ രേഖപ്പെടുത്താം. പിന്നെ എൻ്റെ അഭിപ്രായം ഒരിക്കലും അവസാനത്തെ അഭിപ്രായമൊന്നുമല്ല. കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു വീഡിയോയും. ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് പറയാൻ ഇതുപോലുള്ളൊരു വർക്ക് സൈറ്റ് വേണമായിരുന്നു. നമുക്ക് ഇതിനുള്ള ഫെസിലിറ്റി എല്ലാം ചെയ്തു തന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള റഫീഖിൻ്റെ, അദ്ദേഹത്തിൻ്റെ വീടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറായ ഷബീറിൻ്റെ ലെവലപ്പ് കൺസ്ട്രക്ഷൻ്റെ ഒരു വർക്കിംഗ് സൈറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.